പത്തനാപുരം ചിതൽവെട്ടിയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്ന പുലികളിലൊന്ന് കൂട്ടിലായി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ പുലി അകപ്പെട്ടത്. ഏകദേശം 5 വയസ്സ് പ്രായമുള്ള പുലിയാണ് പിടിയിലായത്. വിവരമറിഞ്ഞ് 6 മണിയോടുകൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏകദേശം 5 വയസ്സ് പ്രായമുള്ള പുലിയാണ് പിടിയിലായതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വെറ്ററിനറി സർജനെത്തി പുലിയുടെ ആരോഗ്യനില പരിശോധിക്കും. ഇതിനുശേഷം കക്കി വനമേഖലയിൽ പുലിയെ തുറന്നുവിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ചിതൽവെട്ടി എസ്റ്റേറ്റിനുള്ളിലെ പെരുന്തക്കുഴി, വെട്ടിയയ്യം, കശുവണ്ടി എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ മാസം നാട്ടുകാർ പുലിക്കൂട്ടങ്ങളെ കണ്ടത്. 2 വലിയ പുലികളും കുഞ്ഞുങ്ങളും ഉള്ളതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ കശ്മാവിൻ എസ്റ്റേറ്റാണ് ഈ മേഖലയിലുള്ളത്. ഇവിടെ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയായിട്ടാണ് വനമേഖലയുള്ളത്. 2 പുലികൾ മാത്രമാണ് ഉള്ളതെന്നും വിദൂരതയിൽ നിന്ന് കണ്ടതിനാലാണ് കുഞ്ഞുങ്ങൾ ഒപ്പമുണ്ടെന്ന് തോന്നിയതെന്നുമാണ് വനംവകുപ്പിന്റെ നിഗമനം. ഇതേ തുടർന്ന് ആദ്യം ചിതൽവെട്ടി മേഖലയിൽ പുലി സാന്നിധ്യം തിരിച്ചറിയാൻ വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ചിതൽവെട്ടി അയ്യം മേഖലയിൽ 3 ക്യാമറകളാണ് പത്തനാപുരം റേഞ്ചിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചത്. ദൃശ്യങ്ങളിൽ പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ ഒരാഴ്ച മുമ്പാണ് പുലിക്കൂട് സ്ഥാപിച്ചത്. ഇതിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയത്. പുലി കൂട്ടിലായെങ്കിലും പ്രദേശവാസികളുടെ ഭീതി ഒഴിഞ്ഞിട്ടില്ല. SFCKയുടെ പത്തനാപുരം ചിതൽവെട്ടി എസ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളിലായി 2 മാസത്തിനിടെ പലതവണ പ്രദേശവാസികളും തോട്ടം തൊഴിലാളികളും പുലിക്കൂട്ടങ്ങളെ കണ്ടിരുന്നു. എസ്റ്റേറ്റിനുള്ളിലെ വെട്ടിയയ്യം, തൊണ്ടിയാമൺ, ചിതൽവെട്ടി, സെന്റ് മേരീസ് നഗറിലെ ജനവാസ മേഖലയായ നെടുമ്പറമ്പ് തുടങ്ങിയ മേഖലകളിലാണ് പലപ്പോഴായി പുലിയെ കണ്ടത്. തൊഴിലാളികൾക്ക് ജോലിക്ക് പോകുവാൻ പോലും കഴിയാത്ത തരത്തിൽ ഭീതി വളർത്തിക്കൊണ്ട് പകൽ സമയങ്ങളിൽ പോലും പുലിക്കൂട്ടം ഇറങ്ങി നടക്കുകയായിരുന്നു. ജനങ്ങളുടെ പ്രതിഷേധം വർദ്ധിച്ചതോടെയാണ് വനംവകുപ്പ് അധികൃതർ പുലിക്കൂട് സ്ഥാപിച്ചത്. ഇപ്പോൾ ഒരു പുലി കൂട്ടിലായെങ്കിലും ഇനിയും കൂട്ടത്തിൽ പുലികൾ ഉണ്ട് എന്നുള്ളതിനാൽ പ്രദേശവാസികളുടെയും തൊഴിലാളികളുടെയും ഭീതി ഒഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ പുലിക്കൂട് ഇവിടെയോ സമീപത്ത് മറ്റ് സ്ഥലങ്ങളിലോ നിലനിർത്താനാണ് വനംവകുപ്പിന്റെ തീരുമാനം.